ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും സൺഡേ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മുടെ സൺഡേയിലത്തെ വ്ളോഗല്ല കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. സൺഡേയിലത്തെ വ്ളോഗ് ബുധനാഴ്ച വരും. അപ്പോൾ ഇത് ഞാൻ അതിലൊരു 3 ദിവസത്തെ ലീവ് എടുത്തൊരു ദിവസത്തെ വീഡിയോ ആണ്. പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ അതിലേക്കിതാ ചോറ് പരിപ്പും മത്തങ്ങയും കൂടി വേവിച്ചിട്ട് അതിലൊരു 3-4 പീസ് ഉള്ളിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം തന്നെ കഷ്ണങ്ങൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് തിളപ്പിച്ച് ഇൻഡക്ഷനിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ കഷ്ണം ഞാൻ കുക്കറിലേക്ക് വലിയ കുക്കറിലാണ് കഷ്ണങ്ങൾ ഇടുക. അപ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക, സാമ്പാർ പൊടി, കുറച്ച് മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത്രയാണ് ഞാനൊരു ഇതിൽ ചേർക്കുക. പിന്നെ പരിപ്പും മത്തങ്ങയും വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് കാരണം നല്ല കൊഴുപ്പ് കിട്ടണമെങ്കിൽ മത്തങ്ങ ഇട്ടാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും സാമ്പാർ. ഇതൊക്കെ അറിയാത്തവരോ നല്ല വീഡിയോ കാണുന്നത് ഇനി ആരെങ്കിലും പുതിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അടച്ച് ഒറ്റ വിസിലടിച്ച് അപ്പം തന്നെ തുറക്കും കേട്ടോ. ആ എയർ മുഴുവൻ കളയാനായിട്ട് നിൽക്കില്ല. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ആകെ പായസമായി മാറും. അപ്പോൾ അങ്ങനെ നിൽക്കില്ല കേട്ടോ. ആ എയർ കളയാനായിട്ട് മുന്നേ തന്നെ വിസിലടിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ തുറക്കും. അങ്ങനെ ചെയ്യുക. അപ്പോൾ അതങ്ങനെ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് വിചാരിക്കുന്നത്. ഒരു അവിയൽ, ചമ്മന്തി, മുട്ട, മീൻ വറുത്തു, പക്ഷേ ഞാൻ പൊതിച്ചോറിൽ വെച്ചില്ല കേട്ടോ. അപ്പോഴേക്കും ഇത്രയും ചെയ്തപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേഗം ചായ ഇട്ട് വെച്ചു. പിന്നെ അതിലേക്ക് പഞ്ചസാരയും കൂടി പാലും കൂടി ഇട്ട് തിളപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പൻ്റെ കയ്യുമ്മ അപകടം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. തലേദിവസം ചേട്ടൻ്റെ കൂടെ നിറയെ ചവിട്ടിയിലൊക്കെ ചോരയായിട്ട് അവിടെ വന്ന് കിടന്നു. അപ്പം നമ്മളവിടെ ആളില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് അയൽക്കത്തേക്കൊക്കെ നടക്കുകയാണ് ഈ കൈ മുറിഞ്ഞതും വെച്ചിട്ട് കേട്ടോ. കടി കൂടിയിട്ട് വേറെ വല്ല കണ്ടന്മാർ കടിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ എല്ലായിടത്തും അപ്പോൾ ചേട്ടൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ അവനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. രാത്രി നമ്മുടെ അകത്തൊന്നും കയറ്റാറില്ല. പകലൊക്കെ ഇങ്ങനെ വന്ന് കുറച്ച് നേരമൊക്കെ കിടക്കാറൊക്കെ ഉണ്ട്. രാത്രി ഞാൻ എന്തായാലും പുറത്താക്കി വാതിലടയ്ക്കും. അപ്പോൾ കുറേ നേരം അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ചേട്ടൻ അവിടെ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുന്നുണ്ട്. ഞാൻ വന്നപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി കായും പയറുമാണ് കേട്ടോ മെഴുക്ക് പറ്റിയായിട്ട് വെച്ചിരിക്കുന്നത്. അത് കുക്കറിൽ ഒറ്റ വിസിലടിച്ചിട്ട് ഞാൻ അപ്പം തന്നെ തുറക്കും. എൻ്റെ ഗ്യാസ് കത്തൽ കുറവായ കാരണമാണ് കേട്ടോ ഞാൻ എല്ലാതും ഈ കുക്കറിൽ അടിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആവുമല്ലോ. കത്തൽ കുറവാകുമ്പോൾ നമുക്ക് കുറേ നേരമാവും മെഴുക്ക് പറ്റിയൊക്കെ വയ്ക്കുമ്പോൾ. അത് കാരണം കൊണ്ടാണ് ഒരു അടുപ്പാണ് നന്നായിട്ട് കത്തണതുള്ളൂ, ബാക്കിയൊക്കെ കുറേശ്ശേ കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ ഈ ഗ്യാസ് അടുപ്പ്. പക്ഷേ ഏകദേശം മാറാറായിട്ടുണ്ട്. അതിൻ്റെ സ്റ്റീൽ കമ്പിയൊക്കെ വെച്ചാൽ അത്ര നല്ലതൊന്നുമല്ല, അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പണിയാവുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ ഗ്യാസിൻ്റെ ഇതൊക്കെ പൈപ്പൊക്കെ മാറ്റും, പക്ഷേ ഇത് പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി പുതിയത് വാങ്ങിക്കാൻ നിവൃത്തിയുള്ളൂ. അതെ, അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്തു. അതിലേക്ക് നമ്മുടെ പരിപ്പും മത്തങ്ങയും ഉള്ളിയും കൂടി വേവിച്ച് വെച്ചത് ഉടച്ചിട്ട് കൊടുത്തു. അത് വീണ്ടും തിളയ്ക്കട്ടെ അവിടെ ഇരുന്നിട്ട്. അപ്പോഴേക്കും ഞാൻ മീൻ തലേദിവസം നന്നാക്കി മുളകും ഇതൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറുക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ കുക്കർ ഞാൻ മാറ്റി അപ്പുറത്തെ അടുപ്പത്ത് വെച്ചിങ്ങാട്ട് ഇതിലേക്ക് വേഗം കൂട്ടാൻ കാച്ചണമല്ലോ, മെഴുക്ക് പറ്റി വെക്കണം. പിന്നെ ദോശ ഉണ്ടാക്കണം കേട്ടോ. ആദ്യത്തെയും പറഞ്ഞു ദോശ കഴിക്കാൻ കൊതിയാവണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ തിളച്ച് അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വേഗം ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി. ദോശമാവ് നല്ലോണം ദോശമാവ് ഞാൻ ആട്ടിയതല്ല കേട്ടോ, പറയാൻ മറന്നു. എപ്പോഴും ആട്ടിയിട്ടാണല്ലോ വെക്കാറ്. ഇത് ആദ്യത്തിന് കൊതി പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ദോശയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ദോശ കഴിക്കണം എന്ന് തോന്നിയാൽ കഴിക്കാം. പണ്ടും ഇതിന് 50 രൂപ അങ്ങോട്ടായിരുന്നു തോന്നുന്നു. ഇപ്പോഴും 60-50 അങ്ങോട്ട് ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും ഇടയ്ക്കൊക്കെ അങ്ങനെ വാങ്ങിക്കുകയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ഞാൻ മല്ലിയില എടുക്കാനായിട്ട് നോക്കി, പൊതി അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ വേഗം ഒരു ടിന്ന് കഴുകി അതിലേക്ക് മല്ലിയില ഇട്ട് വെച്ചു. അപ്പോൾ കേട് വരില്ല കേട്ടോ. അത് ടിന്നിങ്ങനെ മറിഞ്ഞു കിടക്കാൻ പാടില്ല, നീർന്ന് തന്നെ ഇരിക്കണം. അപ്പോഴാണ് മല്ലിയില നമുക്ക് കേടാവാണ്ടിരിക്കുക. മറിഞ്ഞു കിടന്ന ആ വെള്ളം മല്ലിയില ഇലയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചീഞ്ഞു പോവില്ല കേട്ടോ, എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. പിന്നെ അതിലേക്ക് ഇത്തിരി നെയ്യ് തടവി കൊടുത്തു. കല്ലിൻ്റെ ദോശത്തട്ട് ഉണ്ട്, പക്ഷെ ഞാനത് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഈ ഗ്യാസ് സ്റ്റവ് അത്ര കത്തണില്ലല്ലോ. ആ കല്ല് ചൂടായി വരുമ്പോഴേക്കും തന്നെ കുറേ ടൈം പിടിക്കും. അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് അതിലേക്ക് നിറയെ മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ. നിറയെ മല്ലിയില ഇടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ആ ദോശ ഉണ്ടാക്കി പിന്നെ കൈ കൊണ്ട് എടുക്കാമല്ലോ. അതങ്ങനെ എടുത്ത് മാറ്റി വെച്ചു. ചേട്ടൻ നനയ്ക്കലൊക്കെ കഴിഞ്ഞ് ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്നിട്ടാണ്. അങ്ങനെ ചായ എടുത്ത് കുടിച്ച് ഞാൻ നേരത്തെ ദോശ ചൂടലും അങ്ങനെ പരിപാടികളൊക്കെ ആയി. പിന്നെ ഞാൻ വറുത്തിടാനാണ്, എന്താ പറയുക, സാമ്പാർ വറുത്തിടണമല്ലോ. പിന്നെ അതുപോലെ ഉപ്പേരി കാച്ചാനുണ്ട്, ആ ഒരു പണിയും കൂടിയുണ്ട്. പിന്നെ അവിയൽ,
അങ്ങനെ കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട്. ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് പറ്റില്ലല്ലോ. എന്നാലും ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇടയിൽ പണികളും കൂടി ചെയ്യാനൊക്കെ പറ്റും. ഞാൻ എന്താ ചെഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വറുത്തിടാൻ ഉലുവയും കടുകും വറ്റൽമുളകൊക്കെ ഇട്ടപ്പോഴാണ് വേപ്പിലൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ തന്നെ വേപ്പിലേമെന്ന് ഒരു തണ്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയതാണ്. ഇത് വേപ്പിൻ്റെ അല്ല അല്ലാണ്ട് ഇത് നമ്മുടെ ചെടിയാണ്. അത് ഓടിപ്പോയി പൊട്ടിച്ച് അതും കൂടി കൊണ്ട് ഇട്ടു കേട്ടോ. വേപ്പില ഇടാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം. അവിയലിലും അതേപോലെ തന്നെ സാമ്പാറിലൊക്കെ നമുക്ക് വേപ്പിലില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നന്നായിട്ട് കറിവേപ്പില ഇടണം. അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ വേഗം പകർത്തിയെടുത്തു. എന്നിട്ട് ഇതാ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുത്തു. പിന്നെ കുത്തി പിടിച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പിലും കൂടി ഇടാം കേട്ടോ. അതിൽ കറിവേപ്പില കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഉപ്പേരി ഇത് ആക്കി കൊടുത്തു. നന്നായിട്ട് മെഴുക്ക് വേണം, മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ അവിയൽ ഇതാ തലേദിവസം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൊത്താമരത അരിയാണ്ട് കിടക്കണം. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒരു ഇത്തിരി 1/4 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ച് പിന്നെ പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോളും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഇത്തിരി മുളക് പൊടി ചേർക്കാം കേട്ടോ. സദ്യയിലൊക്കെ മുളക് പൊടി ചേർക്കും, ഞാൻ ചേർക്കാറില്ല. പിന്നെ കുറച്ചധികം തന്നെ നാളികേരം എടുത്ത് കണ്ടിട്ട് ഇതിലേക്ക് എടുത്തു കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു, ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എടുത്തു. ചിലർ വെളുത്തുള്ളി ചേർക്കില്ല, ചിലർ ഒരു ഉള്ളിയും ചേർക്കില്ല. ഞാനിത് രണ്ടും ചേർക്കും. കുറച്ച് കൂടുതൽ തന്നെ ജീരകം ഇടും കേട്ടോ. പിന്നെ കട്ട തൈര് അത്യാവശ്യം പുളിയുള്ളത് കുറച്ച് മാത്രം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മുടെ ഇത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ അവിയൽ വന്നിട്ടുണ്ട്. അത്രയും കനം കുറച്ചല്ല, ഇതിനേക്കാളും കനം കുറച്ച് അരിയാട്ടോ ഞാൻ ഇത്രയ്ക്ക് ആക്കാറുള്ളൂ. ഇത് ഇട്ട് കൊടുക്കും. എൻ്റെ അവിയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡ്രൈ ആയതാവില്ല, ചെറുതായിട്ടൊരു ജ്യൂസി ആയിട്ടാവും ഞാൻ എപ്പോഴും അവിയൽ ഉണ്ടാക്കുക. നമ്മുടെ സദ്യയിലൊക്കെ ഡ്രൈ ആയതല്ലേ എടുക്കാം, പക്ഷേ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് വയ്ക്കാറ്. സദ്യ അവിയൽ ശരിക്കും പറഞ്ഞാൽ ഇത്തിരിയൊക്കെ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തു. വീണ്ടും വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് മൂടി വെച്ചു. ഒരു 3-4 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം. പിന്നെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നാളികേരം, ചുമന്നുള്ളി, പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, പിന്നെ നമ്മുടെ കോൽപ്പുളി ഉണ്ടല്ലോ അതും കൂടിയാക്കി. ഇഞ്ചി ഒരു തുണ്ട് കൂടുതൽ ഇട്ടു കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഒരു ചമ്മന്തിയും കൂടി അരച്ചെടുത്തു. പിന്നെ ഇലയൊക്കെ വാട്ടി അതങ്ങനെ എടുത്തു. ഇല വാട്ടിയെടുത്ത് ചേട്ടനും എനിക്കും ഉള്ള പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടാണ്. ആദ്യത്തിന് ഉണ്ടാക്കിയില്ല, ആദ്യത്തിന് വലിയ ഇഷ്ടം ഉണ്ടാവാറില്ല. പക്ഷെ അവൻ വന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാക്കായിരുന്നു വിഷമമായിരിക്കും. ശ്രീകുട്ടനാണ് പൊതിച്ചോറിനോട് വലിയൊരു ഇഷ്ടം എന്ന് പറയുന്നത്. എന്നാൽ സാമ്പാർ ഒഴിച്ച് കൊടുത്തു. സാമ്പാർ ഇന്ന് അത്യാവശ്യം കട്ടിയായിട്ട്. പിന്നെ ഉപ്പേരി ഇട്ട് കൊടുത്തു, അവിയലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചമ്മന്തിക്ക് ഒരു മുളക് പൊടി ഇടാന്ന് വെച്ചാൽ ചുവപ്പ് കളർ കിട്ടി കുറച്ചും കൂടി കളർഫുള്ളാവും കേട്ടോ. പിന്നെ മുട്ട വറുത്തതും കൂടി വെച്ചു. മത്തി വറുത്തത് പിന്നെ ഞാൻ വെച്ചില്ല കേട്ടോ. അങ്ങനെ മത്തി വറുത്ത ആദ്യത്തിന് ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ്, പിന്നെ അവൻ കഴിച്ചോട്ടെ വെച്ചിട്ട് അങ്ങനെ വെച്ചു. പിന്നെ പൊതിയൊക്കെ പൊതിഞ്ഞു. കടലാസ് ഉണ്ടായില്ല, അപ്പോൾ ഞാൻ കവറാണ് അടിയിലിട്ടത്. പൊതിച്ചോറ് പിന്നെ എല്ലാവരുടെയും ഇഷ്ട വിഭവങ്ങളല്ലേ. പിന്നെ ഇത്രയും കറികളൊന്നും ഇല്ല. നമ്മൾ മീൻകറി വെക്കുമ്പോൾ ഒരു ഉപ്പേരി എന്തായാലും വെക്കുമല്ലോ. അപ്പോൾ മീൻ വറുത്തതും ഒരു ചമ്മന്തിയും കൂടിയൊക്കെ വെച്ചാൽ തന്നെ പൊതിച്ചോറായി. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ചെയ്താൽ മതി. അപ്പോൾ അതാ പിന്നെ കണ്ടപ്പനെ കിട്ടി എനിക്ക്. അപ്പുറത്തെ വീട്ടിലെ കാറിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാറൊക്കെ മാറ്റി തന്നു. അവന് തീരെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൈ അവൻ്റെ ഒടിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഇരിക്കാൻ പറ്റാണ്ടായിട്ടാണ് കൊണ്ടുവന്ന് ഇത്തിരി പാൽ കൊടുത്തു. അതവൻ കുടിച്ചു, കുറേ വെള്ളം കുടിച്ചു. രാത്രി ഒന്നും ഒക്കെ പട്ടിണി കിടന്നിട്ടേ രാത്രി വിളിച്ചിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഈ കാലൊടിഞ്ഞ് കിടക്കണ കാരണം ആയിരിക്കും. അപ്പോൾ ആ സ്റ്റൗളിൻ്റെ ഉള്ളിൽ വെച്ച് കുറച്ച് തുണിയൊക്കെ വെച്ച് അതിലവനൊക്കെ എടുത്തി അങ്ങനെ ഞാൻ കൊണ്ടുപോയി കേട്ടോ. അവൻ്റെ മുറിവൊക്കെ അവർ വെച്ച് കെട്ടി. പിന്നൊരു പഴുപ്പിനുള്ളൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു. 2 ദിവസം കഴിയുമ്പോൾ കൊണ്ടു ചെല്ലാനൊക്കെ പറഞ്ഞ് ഞാനിങ്ങോട്ട് പോന്നു. ഇനി ബാക്കിയുള്ള വിശേഷം പറയുന്നുണ്ട് കേട്ടോ. കണ്ടപ്പനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് വന്നു കേട്ടോ. ഹെൽമെറ്റ് ഊരാനും വെക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. കൊണ്ടുപോകണ്ടായിരുന്നില്ല. ഇത് ഞാനവിടെ കിടത്തിയിട്ടുണ്ട്. എനിക്ക് വെച്ചാൽ പിന്നെ ടെറസിൻ്റെ മുകളിലാണ് നമുക്ക് കിടത്താൻ പറ്റുക. അപ്പോൾ വെച്ചാൽ അവിടെ വെയിൽ, പിന്നെ അകത്തേക്ക് കിടക്കാൻ എനിക്ക് വൃത്തി തോന്നണില്ല. അത് കാരണം കൊണ്ട് ഞാൻ അകത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കാനൊന്നും തോന്നണില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഇങ്ങോട്ട് ഇടാൻ ഭയങ്കര സങ്കടം തോന്നി. അത് കാരണം ഞാനിപ്പോൾ എന്തായാലും നോക്കാം. പൈസയൊന്നും ചിലവായില്ല കേട്ടോ. ഹോസ്പിറ്റലിലായാലും മരുന്നിനൊക്കെ ഭയങ്കര പൈസ കുറവാണ്. പിന്നെ ഞാൻ ലീവ് എടുത്തു എന്നുള്ളൊരിത്. ചേട്ടൻ പിന്നെ ഒരു ദിവസം ലീവ് വേണമെന്നുണ്ടായിരുന്നു. അത് കാരണം പിന്നെ കുഴപ്പമില്ല, ആൾക്ക് വയ്യാൻ തോന്നിയിട്ടോ എന്തോ. പിന്നെ അപ്പോൾ ഈ ഒരു ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് ആൾക്ക് കുറച്ച് ദിവസമായി ഒരാഗ്രഹം. അപ്പോൾ പിന്നെ ഈ ഒരു പേരും അങ്ങനെ. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. വേണമെങ്കിൽ ജോലിക്ക് പോയിരുന്നു. 10 മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ എത്തി. പക്ഷെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ശുശ്രൂഷിക്കണം നന്നായിട്ട്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വെറുതെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് ഇവിടെ കൊണ്ടിട്ടുകൊണ്ട് ഒരു കാര്യമില്ല.
അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും വേണമെങ്കിൽ പോവാം, 10 മണിയായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വേണ്ടാന്ന് വെച്ച് പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് വൃത്തിയാക്കി വെള്ളം കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, ഫുഡും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ആദിത്യൻ പാവല്ലേ, അവൻ ചെയ്യും, പാവല്ലേ, വേണ്ടാന്ന് വിചാരിച്ചു. അവനും പിന്നെ ഭക്ഷണമൊന്നും കഴിക്കില്ല ഇവൻ്റെ ഇങ്ങനെ കണ്ടിട്ടും അതൊക്കെ. അപ്പോൾ അവൻ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എക്സാമാണ്, അപ്പോൾ അവ ആയിക്കോട്ടെ, നമ്മളേതായാലും ലീവ് എടുക്കല്ലോ. ഈ മറ്റുള്ള പൂച്ചകളൊന്നും വയ്യാണ്ടായിരുന്നു എനിക്ക് ഇത്ര. പിന്നെ അവരൊക്കെ വെച്ചാൽ ആരോ വിഷം വെച്ചതാന്ന് തോന്നുന്നു. ഇവനെ കടി കൂടിയിട്ടാണ് എനിക്ക് തോന്നണേ കണ്ടിട്ട്. അപ്പം എന്തായാലും ഒരു മിണ്ടാപ്രാണിയല്ലേ വിചാരിച്ചു. പിന്നെ ഫസ്റ്റ് ഉണ്ടായ പൂച്ചയല്ലേ, നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് നമ്മുടെ ഒരു തള്ളപ്പൂച്ച ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു പൂച്ച അവിടെ വന്നു വിട്ട്. അതിനാദ്യം ഉണ്ടായ പൂച്ചയാണ് കേട്ടോ നമ്മുടെ ഈ കണ്ടപ്പൻ. അപ്പോൾ കണ്ടപ്പൻ ഇങ്ങനെ ആ പൂച്ചയോട് ഞാനിങ്ങനെ ചോദിക്കും, ഇങ്ങനെ കൊണ്ടുവന്നവരോട് കുട്ടീനെ ചോദിക്കും. അപ്പോൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു ഇവനെ കൊണ്ടുവന്നായിരുന്നു. ആദ്യം ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫസ്റ്റ്. അപ്പോൾ ഇവനെങ്ങനെ നോക്കി ഞാൻ അമ്മ മരിച്ച് പോയിട്ട് വന്നപ്പോഴൊക്കെ ഇവന് ഭയങ്കര സങ്കടം കാണിക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു. കുഞ്ഞായിരുന്നു അന്ന്, വളരെ കുഞ്ഞു പൂച്ചയായിരുന്നു. അപ്പം അങ്ങനെ നോക്കി വളർത്തിയ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇവന് വയ്യാണ്ടായപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ ചോദിച്ചു ഒന്ന് ശ്രമിച്ച് നോക്കാം നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് നോക്കാം. ഞാൻ വിചാരിച്ചു കുറേ പൈസയ്ക്ക് ആവും, നമ്മളെ കൊണ്ടാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ പൈസയൊന്നും ആയില്ല കേട്ടോ, മരുന്നിന് ആകെ 25 രൂപ ആയിട്ടുള്ളൂ. പിന്നെ ഞാനിപ്പോൾ എൻ്റെ മേലൊക്കെ ഒന്ന് വൃത്തിയാക്കാനാണ് ചെള്ളിൻ്റെ മരുന്നും അങ്ങനെയൊക്കെ. ഇപ്പോൾ മൃഗങ്ങളെ ഇഷ്ടമില്ലാത്തവർ ഇപ്പോൾ കളിയാക്കണ പോലെ പറയണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് മൃഗങ്ങളായാലും മനുഷ്യരായാലൊക്കെ ജീവനാണല്ലോ. അപ്പോൾ എനിക്കങ്ങനെ രക്ഷിക്കാൻ തോന്നി, രക്ഷിക്കാൻ പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. അങ്ങനെ വയ്യാണ് ഇടയ്ക്ക് എന്നെ നോക്കി കരയും. ഞാൻ വിചാരിച്ചു ബൈക്കുമ്മൊക്കെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ആകെ അങ്ങനെ ബഹളം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. ആ ഒരു സ്റ്റൂളിലാണ് ഞാൻ കൊണ്ടുപോയത്, അതിൻ്റെ സൈഡിൽ കൂടെ അവന് പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൈ ഇങ്ങനെ എൻ്റെ തലേന്ന് വെച്ചപ്പോൾ അവനിങ്ങനെ സമാധാനമായിട്ട് കിടക്കും. പിന്നെ അവിടുത്തെ ഡോക്ടർ എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അവിടെ ഓഫീസിൽ ചേച്ചി പറഞ്ഞു എന്നോട് അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറാണ്, അത്ര ഇഷ്ടമാണ് ഇവർ. പക്ഷെ ഒരു ജോലി എന്നാണ് വിചാരിക്കണുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ മൃഗസ്നേഹികളായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ ഭയങ്കര വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടനല്ലേ കൂടെ, അത് ഇങ്ങനെ അറിയില്ല അങ്ങനെ. അപ്പോൾ പിന്നെ കാര്യം പൂച്ചേനും പേടിയാണ്, അങ്ങനെ അടുത്തേക്ക് അങ്ങനെ വരില്ല. ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര പേടിയാണ്. എല്ലാം ചെയ്തു തരും നമുക്ക്. പക്ഷേ എന്നാലും ചേട്ടൻ ആദ്യം ഒട്ടും ഇഷ്ടമുണ്ടായില്ല പൂച്ചേനെ. പിന്നെ ഈ കണ്ടപ്പനാണ് ചെന്ന് ഉഴിഞ്ഞ് ചേട്ടനെ റെഡിയാക്കി എടുത്ത് കിട്ടാം. അപ്പം അങ്ങനെ ഇപ്പം എന്തായാലും ജോലിക്ക് പോകണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു, അവനെ ഇങ്ങനെ ശുശ്രൂഷിക്കണം ഇന്നൊന്ന്. അപ്പോൾ ഒരു ദിവസം എന്തായാലും അവന് വേണ്ടി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്കും ഒരു റെസ്റ്റ് ആവുമല്ലോ. കുറേ ദിവസമായി എനിക്കിങ്ങനെ ഒരു ദിവസം റെസ്റ്റ് കിട്ടിയെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കൊരു റെസ്റ്റായി. വീടൊക്കെ ആകെ ഒന്ന് വൃത്തിയാടാം, അപ്പോൾ അത് ഒന്ന് വൃത്തിയാക്കാം. ഉടക്കെടുത്ത് വെച്ചിട്ട് അതൊരു വേണ്ടാത്തതായിട്ട് തോന്നുന്നില്ല. അവിടെ വീടും മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടപ്പന ഒന്ന് കുറഞ്ഞിട്ട് മുകളിലേക്ക് കൊണ്ടുപോകണം, മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ മൃഗസ്നേഹികളല്ലാത്തവർ കളിയാക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്നോട് 1-2 പേരങ്ങനെ കളിയാക്കണവരുണ്ട് കേട്ടോ നേരിട്ട്. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞത്. നമ്മളെ വീഡിയോയിൽ അങ്ങനെ ആരും അങ്ങനെ 1-2 പേരൊക്കെ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ വലിയ ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ളവരാണല്ലോ അതൊക്കെ കാണുള്ളൂ. അപ്പം അങ്ങനെ. അപ്പം ഞാനെന്തായാലും ഇന്നങ്ങനെ ലീവായി കേട്ടോ. പരമാവധി ലീവ് കൊടുക്കാറില്ല ഞാൻ അങ്ങനെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി എൻ്റെ ബാക്കിയുള്ള ജോലികൾ എടുക്കുമ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാം. അപ്പോൾ ഇന്ന് കണ്ടപ്പനും മരുന്നൊക്കെ കൊടുക്കട്ടെ. അവനിന്ന് ചെള്ളിൻ്റെ മരുന്നൊക്കെ ഇട്ടിട്ട്, ചെള്ളിൻ്റെ മരുന്നിട്ട് കഴിഞ്ഞ് അവനെ ഒന്ന് വൃത്തിയാക്കി. ആകെ എല്ലു മാത്രമായി ഫുഡ് കഴിക്കാണ്ടേ. ഞാനിങ്ങനെ പാല് കുറച്ച് കുടിക്കും, പക്ഷേ പാലധികം കൊടുക്കണത് ഇഷ്ടമല്ല, നല്ലതല്ല എന്ന് പറയും. എന്നാലും കുറച്ചൊക്കെ കൊടുക്കും ഞാൻ. പിന്നെ ചെമ്മീൻ പിടിച്ച് ചോറ് കൊടുക്കുമ്പോൾ നല്ലോണം ഭക്ഷണം കഴിക്കാറ്, അപ്പോൾ അതും കഴിക്കണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വെള്ളം കുടിക്കുന്നുണ്ട് നന്നായിട്ട്, അതൊരാശ്വാസം. ചിലർ ഗ്ലൂക്കോസൊക്കെ കയറ്റും, പക്ഷേ ഡോക്ടർ ഞാൻ പറയില്ല മൃഗസ്നേഹിയൊന്നുമല്ല, അവരതിനൊരു ജോലിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ മൃഗങ്ങളുടെയൊക്കെ ഡോക്ടറാവാൻ ശ്രമിക്കണവർ അതൊരു ജോലിയായിട്ട് കാണുന്നവർ മൃഗങ്ങളുടെ ഡോക്ടറൊന്നും ആവാണ്ടിരിക്കുക. ഏത് ഡോക്ടർമാരായാലും സേവനം എന്നും കൂടി നമ്മുടെ ഇഷ്ടം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും ഡോക്ടർമാരാവും നല്ലത് കേട്ടോ. മറ്റുള്ള ഏത് ജോലിയും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ജോലിയാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് ഒരു വരുമാന മാർഗം മാത്രമായിട്ട് കാണുന്നവർക്ക് ആത്മാർത്ഥതയിൽ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ പ്രത്യേകിച്ചൊരു ഡോക്ടർ കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ ഡോക്ടർ എന്നോട് പെരുമാറിയത് അറിഞ്ഞല്ലോ. ഇത് മോശമായിട്ടല്ല, എന്തോ സാധാ പൂച്ചയല്ലേ എന്ന് ഉള്ളൊരു ഇതായിരിക്കാം ചിലപ്പോൾ കേട്ടോ, അറിയില്ല. ഇതിപ്പോൾ എനിക്കിപ്പോൾ അത് അവിടെ വന്ന് ചത്തോട്ടെ എന്ന് വിചാരിക്കാം, പക്ഷേ ഞാൻ മനുഷ്യനായിപ്പോയില്ലേ. അപ്പോൾ ഓക്കെ, നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എൻ്റെ മുഖം കോടി പോണത് സങ്കടം കൊണ്ടാണ് കേട്ടോ. എനിക്ക് ആ സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. നേരത്തെ അവൻ നമ്മളെ നോക്കി കണ്ണീരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മാതിരി ഇത് മൃഗങ്ങളെ ഇഷ്ടമില്ലാത്തവർക്ക് കളിയാക്കാൻ തോന്നുന്നുണ്ടാവായിരിക്കാം, പക്ഷേ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പറ്റില്ല. അങ്ങനെ തുണികൾ കുറച്ച് മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ച് ശ്രീകുട്ടൻ്റെ മുറിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ അവിടെ അങ്ങോട്ട് അധികം വെളിച്ചുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം ജനലകളൊക്കെ തുടച്ച് പിന്നെ ഞാൻ അവൻ്റെ മേശയും ജനലകളും എന്താ പറയുക ആകെ അലങ്കോലാക്കിയിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ ആദ്യത്തിൻ്റെ വക. അപ്പോൾ അതൊക്കെ ബുക്കുകളൊന്നും തൊട്ടില്ല കേട്ടോ. ബുക്കുകൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അവന് വലിയ വിഷമമാണ്. അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നൊക്കെ പറയും. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാണ്ടായപ്പോൾ അവൻ എനിക്കൊരു ഷേക്ക് അടിച്ച് കൊണ്ട് തന്നതാണ്. അപ്പോൾ അതാകുമ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് കുടിക്കാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഇവിടുത്തൊക്കെ ജനലകളൊക്കെ തുടച്ച് പിന്നെ മൊത്തത്തിൽ അടിച്ചു വാരി മോൾ ഭാഗം മുഴുവൻ ഞാൻ അടിച്ചു വാരി തുടച്ച് താഴത്തേക്ക് കോണിയൊക്കെ തുടച്ച് താഴത്തേക്ക് വന്നു. താഴത്തേക്ക് എത്തിയപ്പോഴേക്കും ഇത്തിരി വയ്യാണ്ടായ പോലെ. അപ്പം ഞാൻ പിന്നെ വേഗം എല്ലായിടത്തും അടിച്ചു വാരി ഈ ബാത്റൂം കഴുകി താഴത്തേക്ക് ഇറങ്ങി. ബാത്റൂമുകളെല്ലാതും കഴുകി കേട്ടോ. അതെല്ലാതും ബാത്റൂം ഇങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ കാണിച്ചില്ല. പിന്നെ താഴ്ഭാഗം അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. പിന്നെ ആദ്യത്തിനോട് താഴത്തെ നില ആദ്യത്തിനെ കൊണ്ട് തുടപ്പിച്ചു. അടിച്ചു വാരൽ മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ തുടയ്ക്കൽ എന്ന് പറയുന്നത് നമുക്ക് കോല് വെച്ച് തുടയ്ക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ കുറേ ജോലികൾ ചെയ്ത് അതിൻ്റെ പിന്നാലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. പിന്നെ വേഗം പോയി എല്ലായിടത്തുനിന്നും മുറ്റൊക്കെ അടിച്ചു. രാവിലെ കണ്ടപ്പൻ്റെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് മുറ്റടിക്കാൻ അങ്ങനെ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം ഒന്ന് മുറ്റടിച്ചു. പിന്നെ ഫ്രണ്ടിൽ കണ്ടപ്പനൊക്കെ എടുത്തിയതൊക്കെ അല്ലേ, അവൻ്റെ മുറിവൊക്കെ ഉണ്ടായത്, അവൻ്റെ മേൽ നിറയെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡെറ്റോളൊക്കെ ഒഴിച്ച് അവിടെയൊക്കെ ഒന്ന് കഴുകി എല്ലാതും റെഡിയാക്കി. ഞാനൊരു 4 പ്രാവശ്യം കുളിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓരോ പ്രാവശ്യം അവൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും വെള്ളം കൊടുക്കാനും ഇതൊക്കെ കാലത്തൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ചവിട്ടികളും ഇതൊക്കെ എടുത്തുകൊണ്ട് കഴുകി. ഏതായാലും മുടക്ക് കിട്ടിയതല്ലേ. പിന്നെ അതാ ഈ ചവിട്ടി അതും ചേട്ടൻ കഴുകി. ഇനി പുല്ല് പറിക്കാനുണ്ട്, അത് ഈ ഒരു ദിവസം എനിക്ക് പറ്റിയില്ല. പിന്നെ കിച്ചൺ ടവലുകളൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകണം തോന്നി, അതും ഒന്ന് നന്നായിട്ട് ഉരച്ച് കഴുകി. ഒരു കാലം തേക്കേണ്ട വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ, അതും തേച്ചൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്. പഞ്ചായത്തിലേക്ക് പോകണം, അക്ഷയയിലേക്ക്, റേഷൻ കടയിലേക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് കാരണം പറമ്പിൽ പണിക്ക് നിന്നില്ല. പിന്നെ ചെരുപ്പ് ഷൂ കംഫർട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ചെരുപ്പ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂ തന്നെ ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനും ചേട്ടനും കൂടി ഇതാ പോയി ആദ്യം അക്ഷയയിൽ പോയി. റേഷൻ കാർഡിൽ നിന്ന് അച്ഛൻ്റെ പേര് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് വെട്ടാനായിട്ട് എഴുതി കൊടുത്തിട്ട് പോന്നു. പിന്നെ അപ്പോൾ റേഷൻ കാർഡിലെ അഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് അങ്ങോട്ടും പോയി അപേക്ഷ എഴുതാനായിട്ട് വേറൊരു ചേട്ടത്തി പോയത്. നമ്മളങ്ങനെ അപേക്ഷ ഒന്നും എഴുതാത്ത കാരണം നമുക്ക് പെട്ടെന്ന് എഴുതുമ്പോൾ ശരിയാണോ നമുക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പഞ്ചായത്തിൽ തിരിച്ചെത്തിയപ്പം 5 മണിയാവും. 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അതവിടെ വാങ്ങിച്ചു. ചേട്ടൻ്റെ ഫ്രണ്ട് ഒരു മെമ്പറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പരിചയമുള്ളവരുണ്ട്. പോരുന്ന വഴിക്ക് ഞങ്ങൾ റേഷൻ കടയിലും കൂടിയും കയറി. പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ ഇവിടെ നിറയെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. പള്ളിപ്പെരുന്നാളിൽ പോകുമെന്നറിയില്ല, ഞാൻ ചിലപ്പോൾ പോകും കേട്ടോ. അപ്പോൾ പോവുകയാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ അത് കഴിഞ്ഞത് ആ വീട്ടിലൊക്കെ വന്ന് അടുക്കളയൊക്കെ വൃത്തിയാക്കി. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് പോകുള്ളൂ എന്ന് തോന്നി. എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ആ ദയനീയത കാണുമ്പോൾ. പിന്നെ ഞങ്ങൾ അവനെ എടുത്ത് അവൻ്റെ ചെള്ളിൻ്റെ അതൊക്കെ അങ്ങനെ ഒരു പഴയ ചെറുപ്പെടുത്ത് ഈരി എല്ലായിടത്തും ആക്കി മുറിവൊക്കെ നോക്കി. പിന്നെ അവന് മരുന്നൊക്കെ കൊടുത്തു, വെള്ളവും ചോറ് കൊടുത്തപ്പോൾ ഒരു 2 വായ കഴിച്ചിട്ട് കുറേ കരഞ്ഞു, കഴിക്കാൻ പറ്റാത്തതിന് സങ്കടമൊക്കെ കാണിച്ചു. പക്ഷേ കണ്ടപ്പം ചത്തുപോയി കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും കണ്ടപ്പോൾ അങ്ങനെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കി എന്താ പറയുക. പിന്നെ അടുത്ത വീഡിയോയിൽ നല്ല ഹാപ്പി ആയിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.